അടി കൊള്ളാത്തൊരു ഭാഗം പോലും ഇനി ഈ ശരീരത്തിൽ ബാക്കിയില്ല. അയ്യോ, ഇരിക്കുമ്പോ എവിടെയൊക്കെ കയറി പിടിക്കുന്ന ആന്റി. ഓ, ഒരു കളരി എങ്ങാനും പഠിച്ചിട്ടുണ്ടോ? ഓ, എന്നാലും എന്തൊരു അടിയായിരുന്നു. അപ്പൊ ഈ കള്ളന്മാർക്കൊക്കെ ഇങ്ങനത്തുള്ള അടിയാണോ കിട്ടുന്നത്? പാവം കള്ളന്മാര്, അവരെ സമ്മതിക്കണം. അയ്യോ, കള്ളന്മാരെ പോലും ഇങ്ങനെയൊന്നും അടിക്കാൻ പാടില്ല ശിവാനി. ആന്റി, അയ്യോ, അവര് കള്ളന്മാരാണെന്ന് കരുതിയിട്ടൊന്നും അല്ല നമ്മൾ അടിച്ചത്. അല്ലേ? നമ്മളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വിധത്തിൽ നമ്മൾ അടിച്ച് പഞ്ചറാക്കിയത്. ഓ, നീ എന്താ ശിവാനി ഈ പറയുന്നേ? പിന്നല്ലാതെ. ഞാൻ ചോദിക്കട്ടെ, കള്ളനാണെന്ന് അറിഞ്ഞാലേ സ്വാഭാവികമായിട്ട് പിന്നെന്താ ചെയ്യാ? കഥകളോക്കി എന്നിട്ട് പോലീസിനെ വിളിക്കും. അതല്ലേ ആരാണെങ്കിലും ചെയ്യുന്നേ. ഇതല്ലല്ലോ. ലൈറ്റ് ഓഫാക്കി ബെഡ്ഷീറ്റ് എടുത്ത് തലവഴി മൂടി അറഞ്ച പുറഞ്ഞോ തല്ലാന്നൊക്കെ പറഞ്ഞാലേ ഇതറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാ. ഓ ആന്റി, അല്ലെങ്കിൽ തന്നെ അടി കൊണ്ടപ്പോ ആന്റി നന്നായിട്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഓ, നിലവിളിയുടെ കാര്യത്തിലേ നീ ഒട്ടും പിന്നിലല്ലായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചിരുന്നു. അതെ, നമ്മൾ രണ്ടുപേരും അങ്ങനെ കിടന്ന് നിലവിളിച്ചിട്ടും ആ പാർവതി ആന്റിക്ക് നിരിക്കും അത് നമ്മളാണെന്ന് മനസ്സിലായില്ലേ ആന്റി? ഇതേ പ്രതികാരം ചെയ്തതാ. നമ്മളെ രണ്ടുപേരെയും അവർ രണ്ടുപേരും ചേർന്ന് മനഃപൂർവ്വം അടിച്ച് പഞ്ചറാക്കിയതാ ആന്റി. എടി, നീ പറഞ്ഞപ്പോ എനിക്കും അതിലൊരു സംശയം ഉണ്ട് ശിവാനി. സൂക്ഷിക്കണം ആന്റി. ആ പാർവതി ആന്റിക്ക് ആന്റിയോട് വല്ലാത്ത വൈരാഗ്യമാണ്. ആന്റി 48 അടിയാ ആന്റി അടിച്ചത്. അപ്പൊ നിനക്ക് അടി കിട്ടുന്നതിനിടയിലും എനിക്ക് കൊള്ളുന്ന അടി എണ്ണലായിരുന്നല്ലേ നിന്റെ പണി? ഒരു 2 അടിയും കൂടെ കിട്ടിയിരുന്നെങ്കിലേ ആന്റിക്ക് ഹാഫ് സെഞ്ചുറി തേക്കായിരുന്നു. ജസ്റ്റ് മിസ്സായി. എന്റെ ഹാഫ് സെഞ്ചുറിക്കൊന്നും ഒരു വിലയുമില്ല. നീ അക്കാര്യത്തിൽ അടിച്ചു കയറുകയല്ലായിരുന്നോ? ഓ, എന്തായാലും ഏകദേശം സെഞ്ചുറി കഴിഞ്ഞു കാണാനാ സാധ്യത. അത്രയ്ക്കല്ലേ നീ വാങ്ങിക്കൂട്ടിയത്? എന്തായാലും വല്ലാത്ത ചെയ്ത്തായി പോയി. അല്ല ആന്റി, ഓ എനിക്കിത് എന്തിന്റെ കേടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഒരാവശ്യമില്ലാതല്ലേ ഞാൻ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തേ. അടങ്ങി ഒതുങ്ങി ആ റൂമിൽ എങ്ങാനും പോയി കിടന്ന് ഉറങ്ങിയ പോരായിരുന്നോ? എന്തായാലും പ്രണവ് പുറത്തു പോയത് ഭാഗ്യായി, അല്ലെങ്കിൽ പ്രണവ് ഇതറിഞ്ഞാൽ. അതുകൊണ്ട് അവൻ വരുമ്പോഴേ നീ ഇതൊന്നും എഴുന്നള്ളിക്കാൻ പോണ്ട, നാണക്കേടാ. അല്ല ആന്റി, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ആന്റി മുറിയിലെ നെക്ലേസ് തപ്പില്ലായിരുന്നോ? അതെ. എങ്കിൽ പിന്നെ അവര് ചോദിച്ചപ്പോ നെക്ലേസ് നോക്കാൻ വന്നായിരുന്നു പറഞ്ഞ പോരായിരുന്നോ? വെറുതെ ഗുഡ് നൈറ്റ് പറയാൻ വന്നേന്ന് കള്ളം പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എടി, അതാണോ ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യം? അയ്യോ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. അവളുടെ ഒരു സംശയം. ഇനിയിപ്പോ ഉറങ്ങാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനേ പയ്യെ പോയെന്ന് കിടന്നു നോക്കാം. പോ. അതെ, പുലിയാണ് സിംഹമാണെന്നൊക്കെ പറഞ്ഞിട്ടേ ഇപ്പൊ രാപ്പകലില്ലാതെ പണിയും എടുക്കണം, രാത്രി അടിയും കൊള്ളണമെന്ന് പറഞ്ഞ അവസ്ഥയായില്ലോ ഭഗവാനെ. ആന്റിയെ കാത്തോളേ. പ്രണവില്ലാത്ത എന്തായാലും കാര്യായി, അല്ലെങ്കിൽ ആകെ നാണക്കേടായനെ. തിരിച്ചു വരുമ്പോ ആ തള്ളയും മോനും മരുമോളും കൂടെ വിശേഷങ്ങൾ പ്രണവിന് വിളമ്പി കൊടുക്കാതിരുന്നാ മതിയായിരുന്നു. എന്തായാലും പ്രണവ് വരുന്നതിന് മുമ്പ് കിടന്ന് ഉറങ്ങിയേക്കാം. അമ്മേ, ഓ നല്ല ശരീരവേദന. ഉറങ്ങാൻ പറ്റുമോ? രമേ കാത്തോണേ. എന്താ ഇങ്ങനെ ആകാശത്ത് നോക്കി നിൽക്കുന്ന? ആകാശം കണ്ടിട്ടില്ലേ? ഈശ്വരമംഗലത്തിന്റെ ഈ ആകാശത്തിനെ ഇനി ഒരിക്കലും കാണാനാവുമെന്ന് കരുതിയതല്ല. കാണരുതെന്ന് തീരുമാനിച്ച് തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷേ വീണ്ടും ഞാൻ ഇവിടെ തന്നെ തിരികെ എത്തി. അതങ്ങനെയാണ് ഗൗതം.
ഒന്നിനെ നമുക്ക് നമ്മുടെ വാശി തീർക്കാൻ വേണ്ടി ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ബന്ധങ്ങളുടെ ബലം എന്ന് പറയുന്നത് അത്രയ്ക്ക് വലുതാ. ഈശ്വരമംഗലവുമായി നമുക്ക് ശത്രുതയൊന്നുമില്ല. ഇനിയിപ്പോ ശത്രുക്കളാണെങ്കിൽ പോലും ഒരാവശ്യം വന്നാൽ ഓടിയെത്തേണ്ടവരാണ് ബന്ധുക്കൾ. എന്തായാലും ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. ഈശ്വരമംഗലത്ത് വസുന്ധരാമയുടെ നാവിന് ഉയരില്ല. ആ യന്ത്രപ്പാവി നിയന്ത്രിക്കാനുള്ള സിസ്റ്റം ഇപ്പൊ നിന്റെ മൊബൈലിലല്ലേ പ്രവർത്തിക്കുന്നത്. ഈശ്വരമംഗലത്ത് വസുന്ധരേന്റെ നമുക്ക് ഒതുക്കി നിർത്താനാവുമായിരിക്കും. പക്ഷേ ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കാര്യം, ഓഫീസിന്റെ നിയന്ത്രണം ഇപ്പോഴും ആന്റിയുടെയും ശിവാനിയുടെയും കൈകളിലാണ്. ഈ പോക്ക് പോയാൽ നമ്മുടെ കമ്പനി തകർന്ന് തരിപ്പണമാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഗൗതം. നിർബന്ധിക്കുന്നതല്ല. ഞാൻ വീണ്ടും വീണ്ടും ഗൗതം ഓഫീസിലേക്ക് പോകണമെന്ന് പറയുന്നത് ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തകർന്നു കാണാതിരിക്കാൻ വേണ്ടിയാ. പ്ലീസ് നദി, അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അത് നടക്കില്ല. എന്തുകൊണ്ട് നടക്കില്ല? ഞാൻ വീണ്ടും ഓഫീസിലേക്ക് പോയ പഴയതുപോലെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുക്കേണ്ടി വരും. സ്വാഭാവികമായും എല്ലാവരും ചിന്തിക്കില്ലേ, പണത്തിനും സ്വത്തിനും ബിസിനസ്സിനും വേണ്ടിയാ ഞാൻ തിരികെ വന്നതെന്ന്. നമുക്ക് നമ്മുടെ പാർവതി ബിൽഡേഴ്സ് ഉണ്ട്. ഈശ്വരമംഗലത്തിനൊപ്പം ചിലപ്പോൾ അതിനേക്കാൾ ഉയരത്തില് പാർവതി ബിൽഡേഴ്സിനെ വളർത്താൻ എനിക്കറിയാം.